സഹോദരൻ ഞാൻ ഇപ്പം എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലാണ്. ഞാൻ ഒരു പെൻസിൽ സ്റ്റീൽ കൊണ്ട് വന്നിരുന്നു. ഒരു പെൻസിൽ 2.2 മില്ലിൻ്റെ അത് എൻ്റെ നിന്ന് വേറെ ആരോ സ്റ്റീൽ ചെയ്തുകൊണ്ട് അവൻ തന്നെ എൻ്റെ നിന്ന് എന്നെ എന്തൊക്കെയോ ചെയ്ത് എൻ്റെ റൂമിൽ അവൻ ഒരു ദിവസം എൻ്റെ റൂമിൽ കയറിച്ച് സ്റ്റീൽ ചെയ്തുണ്ടോ ഇന്ന് ഞാൻ കളിച്ചപ്പോൾ. അപ്പോൾ താണ്ടേ ഇന്ന് എൻ്റെ അതിനെക്കാട്ടി കുറച്ച് വലിയ ഐറ്റം ഉണ്ട്. ഞാൻ അത് കാണിച്ചു തരാം ഗൈസ്. അതാണ് നോക്കിയോ, ഇതാണ് എൻ്റെ ഉള്ള ഐറ്റം. 2 ടോട്ടോട്ട സഹൂർ ഇത്രയും ഇത് കണ്ടാ, ഇത് ലൈവ് സ്പോൺസർ എൻ്റെ പേര് എഴുതി കാണിച്ചതിരി ബണ്ണി സഹൂർ അങ്ങനെ എന്തൊരു ലൈവ് സ്പോണിൽ എൻ്റെ പേര് വരെ എഴുതി കാണിച്ച് ലൈവ് സ്പോണിൽ പിന്നെ ഇത് കൊണ്ട് ഞാൻ ഇന്നലെ അഡ്മിൻ അബ്യൂസ് സമയത്താണ് കയറിയത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഐറ്റമൊക്കെ കിട്ടിയത്. ഇനി നമുക്ക് റീബർത്ത് ആണെങ്കിൽ എൻ്റെ ഇക്കാരെ ഫോണിൽ റോബ്ലോക്സ് കയറ്റിയിട്ട് എന്നിട്ട് എന്തിനാണ് റോബ്ലോക്സ് കയറ്റിയിട്ട് ഇക്കാരെ ഫോണിൽ നിന്ന് റീബർത്ത് ചെയ്തിട്ട് ഇതേപോലത്തെ ചെയ്തിട്ട് ഇക്കാരെ ഫോണിൽ നിന്ന് എന്തിനാണ് ഇക്കാരെ ഫോണിൽ ആ ബ്രെയിൻ ഡോട്ട് വെച്ചിട്ട് ഞാൻ റീബർത്ത് എന്നിട്ട് ഇക്കാരെ ഫോണിൽ നിന്ന് ആ ബ്രെയിൻ ഡോട്ട് തിരിച്ചെടുത്തിട്ട് അത് ഡിലീറ്റ് ആയിക്കളാം. എന്നിട്ട് അടുത്ത ദിവസം അതേപോലെ ചെയ്യും. അടുത്ത റീബർത്ത് അതേപോലെ തന്നെ ചെയ്യും ഗൈസ്. അപ്പോൾ നമ്മൾ ഇതാണ്ട് അഡ്മിൻ അബ്യൂസ് 12:30-ക്കാണ്. ഇന്നലെ കുറേ സമയം എടുത്ത് ഞാൻ അഡ്മിൻ അബ്യൂസ് കളിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പ്രൈവറ്റ് സെർവറാണെന്ന്. കാരണം ഇവിടെ ആരുമില്ല. പ്രൈവറ്റ് സെർവറൊന്നും അല്ല ഇത് പ്രൈവറ്റ് സെർവർ അല്ല. ഞാൻ പ്രൈവറ്റ് സെർവർ എടുത്തൊരു സാധാരണ ഒരു സെർവറാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഒരിടത്ത് എന്നോട് ഫ്രണ്ട് റിക്വസ്റ്റ് ആയിട്ട് പോയി അപ്സെറ്റ് ആക്കി. അവന് പ്രൈവറ്റ് സെർവർ ഉണ്ടായിരുന്നു, അതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പ്രൈവറ്റ് സെർവർ എനിക്ക് കിട്ടിയതാണ്. ഇത് ഇങ്ങനത്തെ ഒരു പ്രൈവറ്റ് സെർവറാണ്. ഇതിൽ ആൾക്കാർക്കൊക്കെ ജോയിൻ ആവും. ചില സമയത്ത് ഓരോരോ ആൾക്കാരൊക്കെ വരും. അപ്പോൾ നമ്മൾ സാധനം സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പെൻസിൽ അങ്ങനെയാണ് അവൻ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോയാൽ. പക്ഷേ നമ്മളെ ബേസ് മുഴുവനും ഇപ്പോൾ സീക്രട്ട്, ബ്രെയിൻ ഡോട്ട്, ഗോഡ് അങ്ങനെയൊക്കെ ആയി. പിന്നെ നമ്മളെ ഇത് ഡയമണ്ടാണെന്ന് തോന്നുന്നു. അതെ, ഡയമണ്ടാണ്. ഈ സാധനം സ്പോൺ അതാണ്ട് ഇവിടെ ലൈവ് സ്പോൺ ഉണ്ടല്ലോ. എനിക്ക് സ്പീഡില്ല ഗൈസ്. ഞാൻ മറ്റേ സാധനം വാങ്ങിച്ചോട്ടെ. മറ്റേ ലൈവ് സ്പോൺ ഉണ്ടല്ലോ, ലൈവ് സ്പോണ് ഇതിലത്തെ ഏറ്റവും അടിയിലാണെങ്കിലും എൻ്റെ പേര് എഴുതി കാണിച്ചവിടെ. എൻ്റെ പേര് എഴുതി കാണിച്ചു. ഇപ്പം എൻ്റെ സ്ട്രോബെറി എലിഫൻറ്റ് വാങ്ങാനുള്ള പൈസ ഉണ്ട്. അപ്പോൾ നമുക്ക് ലീഡർ ബോർഡിൽ എത്താനും നോക്കാം. എൻ്റെ ഇപ്പോൾ സ്ട്രോബെറി എലിഫൻറ്റ് വാങ്ങാനുള്ള പൈസ ഇപ്പം ആവും. ഓക്കെ, പൈസയൊക്കെ കളക്ട് ചെയ്യാം. ഗൈസ്, അയ്യോ, സ്ട്രോബെറി എലിഫൻറ്റ് വാങ്ങാനുള്ള പൈസ ആവൂല. മിയോണ് വാങ്ങാനുള്ളതാവും അല്ലേ? മിയോണ് വാങ്ങാനുള്ളതാവും. ഞാൻ അറിയാമോ ഇങ്ങനത്തെ പ്രൈവറ്റ് സെർവർ സെർവറായിട്ട് ലോക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വല്ല ആൾക്കാർ ഞാൻ പ്രതീക്ഷിക്കാണ്ടല്ലേ കയറിയാലേ ഗൈസ്. ഇത് കണ്ട് ഇനി 7 മിനിറ്റ് 5 മിനിറ്റാണ് മറ്റേ ഇത് തുടങ്ങാൻ. പേര് മറന്നുമില്ല. ഡിവൈൻ ഇവൻ്റ് തുടങ്ങാൻ. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് കാണാം ഗൈസ്. ബണ്ണിയുടെ സാമി 4 മിനിറ്റ് 51 സെക്കൻഡ് നിൽക്കുക. നമുക്ക് ഈ സാമീനോട് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കിങ്ങനെ ഓടി നടക്കാം. ഇതിലൊക്കെ കയറിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാമെന്നറിയാം. ഇന്നൊന്നും ചെയ്യില്ല. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 4 മിനിറ്റ് ഇനിയുണ്ട്. നമുക്ക് 4 മിനിറ്റ് ഉണ്ട്. ബണ്ണിയും ഡിവൈനും ഒരേ സമയത്താണ്. തന്നെ അഡ്മിൻ അബ്യൂസ് ചിലപ്പോൾ മറ്റന്നായ അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ പ്രൈവറ്റ് സെർവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണതായിരിക്കും റോബക്സ് കൊടുത്തിട്ട്. അപ്പോൾ എനിക്ക് മാത്രമേ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. വല്ല ആൾക്കാർ കയറി അവരെ ബാനാക്കി വിടാം. അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇതെന്ത് സമയം പോണില്ലല്ലോ. 4 മിനിറ്റൊക്കെ എത്ര സമയം? 4 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത് സമയം ജസ്റ്റ് ഒന്ന് പോട്ടെ ഗൈസ്. അപ്പോൾ ബണ്ണി ഇവൻറ്റും മറ്റേ ഇതും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്തിന് ഇതെന്ത് സാധനം?
ഗൈസ് ഇപ്പോൾ താണ്ട് ഇത് സ്പോണാക്കി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പേര് വരും. എൻ്റെ ബേസിലോട്ട് അത് കയറുമ്പോഴേ എൻ്റെ ഒരു പേര് വരും. ഇതിൽ എൻ്റെ പേര് വരും. നോക്കിയോ, പേര് വാ. ഇതെന്ത് കയറാത്ത? ഇതൊന്നും സ്ലോ ആണില്ല. കയറിയില്ലേ? അതെന്നാ വാങ്ങിച്ചില്ലേ? അതാ കയറി 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 കയറി. ഇതാ എൻ്റെ പേര് കാണിക്കാം ഗൈസ്. ഇതാ നോക്ക്, ഇതാ എൻ്റെ പേര്. യോ സെറ്റ്. ബണ്ണി ഇവൻ്റിൻ്റെ ആദ്യത്തെ ഇത് നമുക്കാണ് കിട്ടിയ. എന്തേ ബണ്ണി ഇവൻ്റിൻ്റെ ആദ്യത്തെ ഇത് നമുക്കാണ് കിട്ടിയ. ബണ്ണി ഇവൻ്റ് ഇനി 2 മിനിറ്റേ ഉള്ളൂ. നമുക്ക് പിന്നെ മൂന്നെണ്ണോ ഗസ്. നമുക്ക് എന്തൊരു കിട്ടും? നമുക്ക് സ്ലാപ്പിങ് കിട്ടോ അതോ നമുക്ക് ലക്കി ബ്ലോക്ക് കിട്ടും? എന്തൊരു കിട്ടും? നമുക്ക് എന്തൊരു കിട്ടും? നിങ്ങൾ പറ. നമുക്ക് എന്തൊരു കിട്ടും ഗൈസ്? നമ്മൾ എന്തൊരു കിട്ടും? നമുക്ക് ലക്കുണ്ട്. നമുക്ക് പോടാ. ഇത് ലക്കി ബ്ലോക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ. ഈ ലക്കി ബ്ലോക്ക് എപ്പോഴും അധികം ഇങ്ങനെ. ലക്കി ബ്ലോക്ക് ഇതെന്തൊരു ആകാശത്ത് നിന്ന് ട്രിപ്പ് ഇറങ്ങി വരണുണ്ട്. എൻ്റെ പേര് ഇതുവരെ ഇവിടെ നിന്ന് പോയിട്ടില്ല കേട്ടോ. 1 മിനിറ്റായി എനിക്ക് ഈ സാധനം കിട്ടിയിട്ട്. ബണ്ണീൻ്റെ മറ്റേ സാധനം കിട്ടിയിട്ട്. ഗൈസ് എൻ്റെ ബേസ് അൺലോക്കായി കിടക്കണേ ഗൈസ്. ആ ഇതിട്ടാൽ നമുക്ക് സ്പീഡിന് ഓടാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇതിടണം ഗൈസ്. പറ്റുമെങ്കിൽ ഞാൻ നാളെയോ മറ്റന്നാളോ അഡ്മിൻ അബ്യൂസിൻ്റെ വീഡിയോ ഇടാം. കാരണം അഡ്മിൻ അബ്യൂസ് രാത്രി 12:30 അല്ലേ. അതുകൊണ്ട് എനിക്ക് പറ്റൂല ഇങ്ങനെ ഇടാൻ. ഇന്നലെ എനിക്ക് ഉറക്കം. ഇന്നലെ ഞാൻ കുറച്ച് സമയം കളിച്ചോളൂ. ഇന്നലെ ഞാൻ 12:30 കയറി 12:35 എന്തരോ ബാക്ക് അടിച്ച് ഞാൻ പോയി. ഞാൻ കിടന്നുറങ്ങി 5 മിനിറ്റ്. ഗൈസ് ആരും പേടിക്കണ്ട. എൻ്റെ ഇത്ര കൂട്ടുകാർ വിളിച്ചതാണ്. എൻ്റെ ഇവിടെ ഇല്ല ഗൈസ്. കണ്ട ഇപ്പം 2 മിനിറ്റായി. 2 മിനിറ്റ് എനിക്ക് മറ്റേ ബണ്ണിയിൽ ഇത് ഇട്ടിട്ട് എനിക്ക് ആ ബണ്ണിയിൽ ഇതിട്ട് 2 മിനിറ്റായി. വല്ല സ്പൂണാക്കി സാമി എപ്പോഴും ഇങ്ങനെ തന്നെ ഗൈസ്. പിന്നെ ഇല്ല, ഞാൻ കാര്യം പറയാൻ മറന്നു. ഈ ബേസ് മൊത്തം ഇല്ലേ എൻ്റെ ആകെ ഉണ്ടായിരുന്ന 2.2 മില്യൻ്റെതായിരുന്നു. അത് പോയിട്ട് എൻ്റെ ഒന്നുമില്ല. എന്നിട്ട് അഡ്മിൻ അബ്യൂസിലാണ് എനിക്ക് ഈ ബേസ് മൊത്തം എനിക്ക് അഡ്മിൻ അബ്യൂസിലാണ് കിട്ടിയ. ഒന്നും ഞാൻ സ്റ്റീൽ ചെയ്തതൊന്നുമല്ല. അഡ്മിൻ അബ്യൂസിലാണ് ഈ ബേസ് മൊത്തം എനിക്ക് കിട്ടിയ. കണ്ടേ ബണ്ണി മാൻ. ഇപ്പം നിങ്ങൾ കിട്ടിയത് നിങ്ങൾ കണ്ടില്ലേ? ബണ്ണി മാൻ നിങ്ങൾ കണ്ടില്ലേ? ബണ്ണി മാൻ ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഇത് നമുക്ക് സെല്ല് ചെയ്യണം ഗൈസ്. കാരണം ഇത് പൈസ തരൂല. എന്നാലും കുഴപ്പമില്ല. ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് കഴിയുമ്പോഴേ ഞാനില്ലേ അഡ്മിൻ അബ്യൂസ് എപ്പോഴും കളിക്കും. കളിക്കാം നമുക്കില്ലേ. നാളെയാ മറ്റന്നാളാ ഇന്ന് രാത്രി അഡ്മിൻ അബ്യൂസ് കളിക്കാൻ നോക്കാം ഗൈസ്. ദാണ്ട് പിപ്പിക്കേവി ഇറങ്ങി വരുന്നു. പിപ്പിക്കേവി കം ടു ദുബായ് ഗൈസ്. പിന്നെ ദാണ്ട് പിപ്പിക്കേവി ഇറങ്ങി വന്ന്. പിപ്പിക്കേവി റംസാൻ്റെ ദുബായിലോട്ട് പോകണോ? സോറി, ബേസ് ഫുള്ളാണ്. പിപ്പിക്കേവിക്ക് റംസാൻ്റെ ദുബായിലോട്ട് പോകാനുള്ള അനുവാദം ഇല്ല ഗൈസ്. അപ്പോൾ എന്ത് ചെയ്യും നമ്മളിനി? നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. ഇതിങ്ങനെ കണ്ട ഡിവൈന് നമുക്കാകെ കിട്ടിയതാണ്ട് ഈ ഒരു മേളയുള്ള ബണ്ണി മേനാണ്. നിങ്ങൾക്കെല്ലാം വേണമെങ്കിൽ ഇതണ്ട ടോട്ടോ സഹൂർ. ദാണ്ട് ഒരു സാധനം എനിക്ക് എസ്കേപ്പ് ഫ്രം സുനാമി. ഒറ്റ സാധനം എനിക്ക് എസ്കേപ്പ് ഫ്രം സുനാമി കിട്ടിയതാണ്. അത് അത്ര വലുതല്ല. ബ്രെയിൻ ഡോട്ട് ഗോഡാണ്. ദാണ്ട് ഇതല്ല ഇത് തന്നെ. ഇത് ബ്രെയിൻ ഡോട്ട് ഗോഡാണ്. ഇതുണ്ട്. ഇത് 4 ബില്യൺ ആക്കിയപ്പോഴത്തേക്ക് ഇത് 6.1 ബില്യൺ ആക്കി. അപ്പോൾ നമുക്ക് ആരാണ് ഫസ്റ്റ് 1 ബില്യൺ ആക്കണേ നോക്കാം. ഓക്കെ, ഫസ്റ്റ് അയ്യോ ആക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആക്ക്. ഡയമണ്ട് വിജയിക്കോ സാധാ വിജയിക്കോ? എനിക്കൊന്നും ഡയമണ്ട് വിജയിക്കും. യെസ്. അയ്യോ എൻ്റെ ബേസ്. എനിക്കോ ഡയമണ്ട് വിജയിക്കുമെന്ന്. യെസ്, ഡയമണ്ട് വിജയിക്കും. ഡയമണ്ട് ഇത് 200 എത്തിയപ്പോഴത്തേക്ക് ഇത് 300ആയി. ഡയമണ്ട് വിജയിക്കും. ഡയമണ്ട് യു വിൻ. ഇത് സാധാ വിജയിക്കൂല. ഇത് സാധാ വിജയിക്കൂല.
ഡയമണ്ട് 1 ബില്യൺ അടുപ്പിച്ച് ആവാറായില്ല. ആരാണ് ആദ്യം 1 ബില്യൺ അടിക്കുന്നത്? ഡയമണ്ട്. 1 മണിക്കൂർ 54 മിനിറ്റാ ബണ്ണി ഇവൻറ്റിനാ. 2 മിനിറ്റുള്ള ആകെ 2 മിനിറ്റുള്ള ബണ്ണി ഇവൻറ്റിനാ. അതിനെക്കാട്ടി നല്ലതാണ് രാത്രി അഡ്മിൻ അബ്യൂസിന് കാരണം. ഇതാ ഇത് കണ്ട്, ഇത് 500 ആക്കിയപ്പോഴത്തേക്ക് ഇത് 1 ബില്യൺ ആക്കാറായി. അതാണ് ഇത് മില്യൺസ് ഓഫ് മില്യൺ ആക്കിയപ്പോഴത്തേക്ക് ഇത് ബില്യൺസ് ഓഫ് ബില്യൺ ആക്കാറായി. ഓക്കെ 3 2 1 ഗോ. 1 ബില്യൺ. അയ്യോ പാവം കേട്ടാ. നിനക്ക് 1 ബില്യൺ ആക്കാൻ പറ്റിയാൽ കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം നോക്കാന്ന്. അപ്പം ഇന്നത്തെ ഈവൻറ്റിൽ എനിക്ക് ബണ്ണി മാനാണ് കിട്ടിയത്. പിന്നെ ഈ ലക്കി സഹൂറ. ഇതെനിക്ക് എങ്ങനെ ഇതെനിക്ക് സ്പോണായതാണ് കർപ്പറ്റിൽ. ഇതിനെ കുറേ നോക്കി എനിക്ക് ഒന്നും കിട്ടിയില്ല. ഇതിനെ കുറേ സമയം കൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ 400 ബില്യൺ ഉണ്ട്. ആ സാധനം വാങ്ങിയിട്ട് ഇന്നലെ എൻ്റെ ഒരു 500 മില്യനായി. ആ സാധനം അങ്ങോട്ട് വാങ്ങിച്ച് ഇങ്ങോട്ട് വാങ്ങിച്ച് ആ സാധനത്തിൽ ട്രൈറ്റ് അടിക്കാനുള്ളതായിരുന്നു. പക്ഷേ ട്രൈറ്റിനൊക്കെ അത് ഒഴിഞ്ഞു മാറണ പോലെ ഇങ്ങനെയൊക്കെ വെട്ടിച്ചൊക്കെ മാറണ്. അതെങ്ങനെ എന്തോ ട്രൈറ്റിനൊക്കെ ഒഴിഞ്ഞു മാറണ പോലെ അത് വെട്ടിച്ചൊക്കെ ഇങ്ങനെ മാറി. അതുകൊണ്ട് ഇതിനൊരു ട്രൈറ്റും അടിച്ചില്ല. അതാ ഇതുണ്ട്, ഈ 3.7 ബില്യന് വേണ്ടിയാണ് ഞാൻ എൻ്റെ 400 ബില്യൺ കളഞ്ഞത്. അത് ഇന്നലെ എത്ര 12:30. അന്നത്തെ കഷ്ടം തന്നെ. അപ്പോൾ നമുക്ക് എന്താ പറയുക, എസ്കേപ്പ് ഫ്രം സുനാമിയിലോട്ടൊന്ന് പോയി നോക്കാം. നല്ല ബ്രെയിൻ ഡോട്ട് കിട്ടിയാലോ. ഡിവൈൻ ഈവൻ്റ് അല്ലേ. അപ്പോൾ ഡിവൈൻ സ്റ്റോവർ എലിഫൻ്റാ, ഡിവൈൻ മിയോണാ, അതൊന്നും ഒരിക്കലും സ്പോണാവാത്ത സാധനമാണ്. പോയി നോക്കാം ചുമ്മാ രസത്തിന്. ഞാൻ അവിടെ എത്തിച്ചാണ്. കാരണം അതിൻ്റെ ബാക്കിൽ നിൽക്കണുണ്ട് ബണ്ണി മാൻ. ഇതാണ് എനിക്ക് ബണ്ണി സഹൂർ ഇതാണ് എനിക്ക് കിട്ടിയത്. ബേക്കിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കണ, തൊട്ട് സൈഡിലല്ല തൊട്ട് ഫ്രണ്ടിൽ നിൽക്കണ, അതാണ് എനിക്കിപ്പോൾ കിട്ടിയത്. ആണ് ഞാൻ ഈ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. 14 ഗൈസ്. അപ്പോൾ ഡിവൈൻ അപ്പോൾ താണ്ട് മറ്റേ സാധനം ഇപ്പോൾ സ്പോണായതായിരിക്കും. ഏത് മറ്റേ സാധനം? ഏത് മറ്റേ സാധനം ഗൈസ്? സീക്രട്ട്, വലിയ രീതിക്കുള്ള സീക്രട്ട് ഉണ്ടല്ലോ, അത് ഇപ്പോൾ സ്പോണായതായിരിക്കും. ഇതെന്ത് മൊത്തം ഇത് തന്നെ സ്പോണാവണ? വല്ല സ്പോണാവും. ഇനി സ്പോണാവണ്ട. ഗൈസ് സ്പോണാവണ്ടാന്ന് പറയാൻ പറ്റൂല. കാരണം ഇത് സാമിയുടെ ഗെയിമാണ്. സാമി വിചാരിച്ചാൽ സ്പോണാക്കാണ്ടിരിക്കാൻ പറ്റൂ. സാമി ഒന്ന് വിജയിക്കുന്നത്. സാമി വിജയിക്കുമ്പോൾ ഞാൻ ഇല്ലേ ഇങ്ങനത്തെ ഗെയിം കണ്ടുപിടിച്ചിട്ട് ആ ഗെയിമിൽ റോബക്സ് ഇവർ സ്പെൻഡ് ആക്കുമ്പോൾ റോബക്സ് ആ ഗെയിം കണ്ടുപിടിച്ച ആളെ കൈ കയറോ? സാമിയുടെ കയ്യിൽ അങ്ങനെ കുറേ റോബക്സ് അങ്ങനെയല്ല കയറോ? അങ്ങനെയല്ല ഉണ്ടാ? ഓ ചത്ത്. എടാ ഡിവൈൻ അല്ലേ അത്? ആണല്ലോ. അയ്യോ ഡിവൈൻ. എടാ ഡിവൈൻ്റെ മറ്റേ ഡിവൈൻ ടേബിള് നീയാണ് എന്നെ കൊന്ന. ഡിവൈൻ്റെ ടേബിള്. എടാ ഡിവൈൻ്റെ ടേബിൾ എനിക്ക് വേണം. താണ്ടേ. അയ്യോ മറ്റേത് അവിടെ നിന്ന് മറ്റേ സാധനം വരണുണ്ടേ. ഡിവൈൻ്റെ ടേബിൾ എനിക്ക് വേണം. ഡിവൈൻ്റെ ടേബിൾ സൂപ്പറാണ്. അത് മില്യൺ തരണത്. നമ്മളെ ബേസ് ഫുള്ളല്ലേ. ബേസിൽ വല്ല വിറ്റിട്ട് വരട്ടെ. നിങ്ങൾക്ക് വല്ല പിക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ യുവർ ബേസ് ഈസ് ഫുൾ എന്ന് കാണിക്കുമായിരിക്കും. നോക്കിയോ. യെസ്, യുവർ ബേസ് ഈസ് ഫുൾ. വല്ല ബ്രെയിൻ ഡോട്ടിനെ പോയി സെല്ല് ചെയ്യാൻ. എന്തിനു സെല്ല് ചെയ്യും? ബണ്ണി മേനെ ഒരിക്കലും സെല്ല് ചെയ്യും. ഇതായിരിക്കും എൻ്റെ കൂടി കളിക്കാൻ എനിക്ക് റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇത് ഒരു അർജൻറ്റിൽ കളിച്ചോണ്ട് ഇത് വിൽക്കണോ? ഇൻഡെക്സ് ആവല്ലേ ഇത് ഇൻഡെക്സ് ആയി കാണുമല്ലോ. ഇത് വേണ്ട, ഇത് 850 എനിക്ക് തരും. അതുകൊണ്ട് നമുക്ക് വേറെ വല്ല ചെറുതുമല്ല വിൽക്കാം. ഇത് 200 തരും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിവിടെ വിറ്റിട്ടേ നമുക്ക് ആ മേളിയുള്ള ബണ്ണി മാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വരാം.
എന്നിട്ട് ഇത് താഴെ കൊണ്ടുപോയി വെക്കാം ബണ്ണി മേനെ. എന്നിട്ട് നമുക്ക് എന്നിട്ട് നമുക്ക് ഓടിപ്പോയി ഡിവൈൻ്റെ സാധനം അവിടെ നിന്ന് പോയി കാണും ഗൈസ്. ഇനി ഓടിപ്പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് അവിടെ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഗൈസ്. അമ്മച്ചി താഴെ പിപ്പിക്കിവി ചെംചീസ് ആണോ? അയ്യോ ഡിവൈൻ ചെംചീസ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കിട്ടിയതെന്ന് വെച്ചാൽ ഈ ഒരു സാധനമാണ്. ഇതേപോലത്തെ വേറൊരു സാധനമാണ് എനിക്ക് ബണ്ണി എഡിഷൻ കിട്ടിയത്. പിന്നെ നാളെയോ മറ്റന്നാളോ അതോ ഇന്ന് രാത്രി ഞാൻ അഡ്മിൻ അബ്യൂസിൻ്റെ വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ചേർന്നാലേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യോ ഗൈസ് ഇപ്പം ഞാൻ ചാത്തു ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാനിത് പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. എന്തെങ്കിലും ആവട്ടെ ഗൈസ്. അപ്പോൾ ബൈ.